യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ ജലപീരങ്കി ഉണ്ടായിരിക്കുന്നു. തിരുവനന്തപുരത്തെ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. അവിടെ ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കുള്ള BJP മാർച്ച് അവിടെ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നതും പോലീസ് അതിനെ തടയുന്നതും പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. MG പ്രതീഷിലേക്ക് എത്താം. അതിനു മുമ്പ് ഷഫീദ് റാവുത്തർ കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷഫീദ്, ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. പലതവണ ജലപീരങ്കി പ്രയോഗിക്കുന്നത് കണ്ടു. ചില പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തുന്നു. ചിലർ ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം മുഴക്കുന്നു. ആരോഗ്യമന്ത്രി രാജിവെക്കും വരെ പ്രതിഷേധമെന്നാണ് പ്രതിഷേധക്കാർ വിശദീകരിക്കുന്നത്. പുതിയ വിവരങ്ങൾ ഷഫീദ്. അർജിത്ത്, ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ തൈക്കാട് ഗസ്റ്റ് ഹൗസിന് മുൻപിൽ പ്രതിഷേധം അതിൻ്റെ അങ്ങേയറ്റം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ആരോഗ്യവകുപ്പിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വീഴ്ചകൾ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വ്യാപകമായിട്ടുള്ള പ്രതിഷേധം തലസ്ഥാനത്ത് നടക്കുന്നത്. ഈ ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ തൈക്കാട് ഗസ്റ്റ് ഹൗസ്, അതേപോലെ സെക്രട്ടേറിയറ്റ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഏതാണ്ട് 500 മീറ്റർ മാത്രം അപ്പുറം തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ MPമാരുടെ ഒരു യോഗം അത് നടക്കുന്നുണ്ടായിരുന്നു. ആ യോഗത്തിൽ പങ്കെടുക്കാൻ മന്ത്രി വീണ ജോർജ് എത്തിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ശ്രമം, ഒരുപക്ഷെ വലിയ സംഘർഷങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിൽ തുടർച്ചയായി 9-10 തവണ ജലപീരങ്കി പ്രയോഗം ഉണ്ടാകുന്നു. പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രവർത്തകർ ഈ ബാരിക്കേഡ് രണ്ടാമത്തെ ജലപീരങ്കി വാഹനം കൂടി, പോലീസിന്റെ രണ്ടാമത്തെ ജലപീരങ്കി വാഹനം കൂടി ഇവിടേക്ക് എത്തുന്നു. അത്രത്തോളം പ്രതിഷേധം ശക്തമാകുന്നു. അത് ഏതെങ്കിലും തരത്തിലുള്ള ടിയർ ഗ്യാസ് പ്രയോഗത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും വഴിതിരിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷത്തെ സംബന്ധിച്ചത് UDF ആണെങ്കിലും BJP ആണെങ്കിലും സ്വാഭാവികമായും വലിയ പ്രതിഷേധം. ഈ ബാരിക്കേഡ് ഏതാണ്ട് തകരുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. സംഘർഷ സമാനമായ സാഹചര്യം, വലിയ സംഘർഷം തലസ്ഥാനത്ത് നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് തൈക്കാട് ഹൗസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കൂടുതൽ ജലപീരങ്കി വാഹനങ്ങൾ ഇവിടേക്ക് എത്തുന്നു. പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള നീക്കം നടക്കുന്നുണ്ട്. BJPയുടെ ജില്ലാ നേതാക്കളടക്കം ഈ പ്രതിഷേധ മാർച്ച് നയിക്കുന്നുണ്ട്. അത്രത്തോളം വ്യാപകമായൊരു പ്രതിഷേധം അത് നടക്കുന്നുണ്ട്. തുടർച്ചയായ ആരോഗ്യവകുപ്പിൽ വീഴ്ചകൾ സംഭവിക്കുന്നു. മന്ത്രിക്ക് ആ വകുപ്പ് തന്നെ ഭരിക്കാനുള്ള ശേഷിയില്ല എന്നടക്കമുള്ള ആരോപണം അതാണ് BJP പ്രവർത്തകർ ഉന്നയിക്കുന്നത്. കൗൺസിലർമാരടക്കം ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തുടർച്ചയായി 12-ലധികം തവണ ജലപീരങ്കി പ്രയോഗം നടക്കുന്നുണ്ട്. പ്രവർത്തകർക്ക് പരിക്ക് പറ്റുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല ഇതേ രീതിയിൽ ഇതേ വീര്യത്തിലുള്ള പ്രതിഷേധം അത് തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിലെ മറ്റ് സ്ഥലങ്ങൾ, സെക്രട്ടേറിയറ്റ് അടക്കമുള്ള സ്ഥലങ്ങളിലും നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. ഏതായാലും ആ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല. അതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി മാറ്റാനുള്ള ആലോചന അത് ഈ സമരത്തിന്റെ ഭാഗമായി, പ്രതിഷേധത്തിന്റെ ഭാഗമായി അരങ്ങേറുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡിന് മുൻപിലേക്ക് എത്തി നിൽക്കുന്നു. അവർ ആ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കൾ ഇവിടേക്ക് എത്തി ഈ സമരം നടത്ത പ്രതിഷേധിച്ച പ്രവർത്തകരോട് സംസാരിക്കുന്നുണ്ട്. ഈ പ്രവർത്തകരെ ഏതെങ്കിലും തരത്തിൽ പിരിഞ്ഞു പോയില്ലെങ്കിൽ അത് സംഘർഷ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. ആരോഗ്യമന്ത്രി BJPയുടെ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം തുടർച്ചയായി യുവജന സംഘടനകളടക്കം ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ചും പ്രതിഷേധ ധർണകളുമൊക്കെ നടത്തിയിരുന്നു. ഇന്ന് വീണ്ടും അല്പസമയത്തിനുള്ളിൽ RYFന്റെ പ്രതിഷേധം ഇതേ തൈക്കാട് ഹൗസിലേക്ക് തന്നെ വരുന്നുണ്ട്. അക്കാര്യം അവർ അറിയിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള വിശദീകരണം അത് ഏത് രീതിയിൽ ആരോഗ്യമന്ത്രി നൽകുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആരോഗ്യമന്ത്രി ഇന്നലെ നടത്തിയ പ്രതികരണത്തിലടക്കം പ്രതിപക്ഷ പാർട്ടികൾക്ക് ഈ പ്രതിപക്ഷ നേതാവ് തന്നെ അക്കാര്യം പറഞ്ഞു. അതിലടക്കം വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായും BJPയും സമാനമായ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. അതിനെ രാഷ്ട്രീയമായി എങ്ങനെ ആരോഗ്യമന്ത്രി വിശദീകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. CPMൽ നിന്ന് തന്നെ എതിരഭിപ്രായം ഉയരുന്ന സാഹചര്യമുണ്ട് എന്നുപോലും BJP പ്രവർത്തകർ ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ശക്തമായിട്ടുള്ള പ്രതിഷേധം അത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം തകർന്നു വീണതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മെഡിക്കൽ കോളേജിലെ ഒരു വിഭാഗത്തിന്റെ തലവനായ ഡോക്ടർ നടത്തിയ വെളിപ്പെടുത്തലടക്കം ആരോഗ്യവകുപ്പിന്റെ വീഴ്ചയാണെന്നുള്ള കാര്യം അത് ആരോപിച്ചുകൊണ്ടാണ് BJPയുടെ പ്രതിഷേധം നടന്നത്. 12-ലധികം തവണ ജലപീരങ്കി പ്രയോഗം നടത്തി. വലിയ പോലീസ് സന്നാഹങ്ങൾ, അതിനപ്പുറത്തേക്ക് പോലീസിന്റെ കൂടുതൽ ജലപീരങ്കി വാഹനങ്ങളടക്കം തൈക്കാട് ഗസ്റ്റ് ഹൗസിലേക്ക് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. കൂടുതൽ പോലീസ് സേന ഇങ്ങോട്ടേക്ക് വിന്യസിക്കുന്നുണ്ട്. റിജിത്ത, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോഴും പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്. ഒരു സംഘർഷ സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. നിരവധി തവണ പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ ജലപീരങ്കി ഉണ്ടായി. 10 അതിലധികമോ തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന നിലയുണ്ടായി. ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ തുടരുന്നുണ്ട്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിൽ